സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സന്ധ്യ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയും ഈ ദൈവജന പഠനത്തിലേക്ക് ഏവരെയും ഹാർദമായ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിന്റെ യാത്രയിൽ ഒരു ദൈവത്തിന്റെ ആത്മീക നിലവാരം സംബന്ധിച്ചുള്ള വിഷയം ക്രമീകൃതമായ നിലയിൽ നാം ഒരുമിച്ച് പഠിച്ചു വരികയായിരുന്നു. ലക്ഷ്യം വാഗ്ദത്ത കനാനാണെങ്കിലും പലപ്പോഴും കനാന്റെ ദർശനം നഷ്ടപ്പെട്ട ഹാരാനിൽ തങ്ങിപ്പോകുന്ന അവസ്ഥ ആത്മീയ ജീവിതത്തിന്റെ വിജയമല്ല, പരാജയമാണ് എന്ന് വചനാടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ചു, നമ്മോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നാം ആത്മീക പക്വതയിലേക്ക് വരുന്നതിന് മുൻപ് ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുമ്പോൾ വളരെ കൃത്യമായിരിക്കും. എന്നാൽ മുന്നോട്ട് നീങ്ങും തോറും ദൈവം തന്റെ മാസ്റ്റർ പ്ലാൻ ഒന്നും നമ്മോട് പറയാതെ പലപ്പോഴും മൗനം പാലിക്കുകയും എത്ര പ്രാർത്ഥിച്ചാലും ഒരു ദൈവശബ്ദം പോലും ഇല്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പ്രാർത്ഥിക്കുന്ന നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, എന്റെ എന്തോ കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ വീഴ്ച കൊണ്ടാണ്, അല്ലെ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ആരാധന ശരിയായില്ല, എന്റെ ഉപവാസം അങ്ങോട്ട് വേണ്ട വിധം വിജയിച്ചില്ല, അതല്ലെങ്കിൽ എന്റെ ജീവിത വിശുദ്ധിക്ക് എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ട്. അതുമല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്തൊക്കെയോ പാടില്ലാതെ വണ്ണമുള്ള അപാകതകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കുഴഞ്ഞു പോയത്. എത്രയോ നാളായി പ്രാർത്ഥിക്കുന്നു, ഒരു മറുപടിയില്ല, ഒരു വിടുതലില്ല, ഒരു ദൈവശബ്ദമില്ല എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നാനും അങ്ങനെ ചിന്തിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു രഹസ്യം ഞാൻ ഓർപ്പിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുമ്പോൾ, നമ്മൾ ആ ഭാഗമാണ് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരുടെ ജീവിതമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ വിഷയത്തിന്റെ ഇതര വശങ്ങൾ മനസ്സിലാക്കാൻ ദൈവം അവരോട് ഇടപെടുന്ന രംഗങ്ങൾ ഒന്ന് സിസ്റ്റമാറ്റിക്കലായി ശ്രദ്ധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് ആ ഭാഗത്തേക്ക് വരിക. നമ്മോടുള്ള ദൈവിക ഇടപെടലുകളൊക്കെ വളരെ സുതാര്യമായിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ ദൈവം മൗനം പാലിക്കുന്നത് നമ്മോട് പറയാൻ ദൈവത്തിന് താല്പര്യമില്ലാഞ്ഞിട്ടോ നാം അത് അറിയണ്ടായെന്ന് ദൈവം ചിന്തിച്ചിട്ടോ ഒന്നുമല്ല. ചില കാര്യങ്ങൾ ദൈവം മൗനം പാലിക്കും. എന്തുകൊണ്ടാണ് ഞാൻ പിന്നാലെ പറയാം, നിശ്ചയമായിട്ടും പറഞ്ഞിരിക്കും. നമ്മൾ അറിയേണ്ട ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സമാഗമന കൂടാരത്തിന്റെ ചില ചിത്രങ്ങൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണിച്ചു. 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: പ്രാകാരം, വിശുദ്ധ മന്ദിരം, അതിവിശുദ്ധ സ്ഥലം. അവിടെ പ്രാകാരം ശ്രദ്ധിച്ചാൽ വളരെ ഓപ്പണാണ്, അതിന് മൂടുശീലയോ ഒന്നുമില്ല. അവിടെ 24 മണിക്കൂറും ചൂള പോലെ കത്തുന്ന താമര യാഗപീഠമുണ്ട്. 5 മുഴ സമചതുരത്തിൽ 3 മുഴം ഉയരത്തിൽ നിൽക്കുന്ന താമ്രയാഗപീഠം 24 മണിക്കൂർ തീ കത്തിക്കൊണ്ടിരിക്കുക. ആ തീയുടെ വെട്ടം വളരെ എന്താ പറയാ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ തീയുടെ വെളിച്ചം തന്നെ അത് രാവും പകലും ഒരുപോലെ നന്നായിട്ട് ആ പ്രകാശം നൽകുന്നു. അപ്പോൾ തന്നെ പകലാണെങ്കിൽ ആ പ്രാകാരം മുഴുവൻ ഇന്നത്തെ പോലെ ലൈറ്റിന്റെ അറേഞ്ച്മെന്റ്സ് ഒന്നും വേണ്ട, സൂര്യപ്രകാശം കൊണ്ട് അവിടെ എല്ലാം നല്ല, കാരണം മരുഭൂമിയിലല്ലേ സ്ഥാപിച്ചിരിക്കുന്നത്, കൃത്യമായിട്ട് വളരെ ട്രാൻസ്പെറന്റ് ആവുന്ന രീതിയിൽ എല്ലാം കൃത്യമായിട്ട് കാണും. അപ്പൊ യാഗപീഠത്തിന്റെ വിളിച്ചുകൊണ്ട് പകൽ സമയത്തെ, യെസ്, വെരി ഗുഡ്, താങ്ക് യു, ഇത് തന്നെ രണ്ടും ഇതായാലും മതി, കുഴപ്പമില്ല. ഇതായിരിക്കും കുറച്ചുകൂടെ വ്യക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, 60 തൂണുകളിലായി വെള്ളം മറശ്ശീലയാൽ മറയ്ക്കപ്പെട്ട പ്രാകാര മറശ്ശീലയാണ് ആ ചുറ്റും കാണുന്നത്. കിഴക്ക് വശത്ത് മാത്രം ഒറ്റ വാതിൽ,
വേറെ വാതിലില്ല. അപ്പൊ ഒരു കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിഴക്ക് വശത്ത് മാത്രമേ വാതിലുള്ളൂ. പടിഞ്ഞാറുള്ളവർ എന്ത് ചെയ്യണം? വട്ടം കറങ്ങി ഇതിലെ വന്ന് കിഴക്ക് വശത്ത് മാത്രമേ കയറാൻ പറ്റൂ. അത് ഒത്തിരി ദൂരമായതുകൊണ്ട് ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ചെറിയൊരു കൊച്ചുവാതിൽ കൊടുത്തേക്കാം തമ്പുരാൻ തീരുമാനിച്ചില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഈ ആത്മീയ വിഷയത്തിനകത്ത് ഷോർട്ട് കട്ട് ഇല്ലെന്ന് ആദ്യം പഠിക്കണം. ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിനും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ദൈവിക വ്യവസ്ഥകൾക്കും ഷോർട്ട് കട്ട് ഇല്ല എന്ന് നിങ്ങൾ അറിയണം. ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കണം, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഒരൊറ്റ വാതിൽ മാത്രം, കിഴക്ക് വശത്ത് മാത്രമുള്ള വാതിൽ. ആ വാതിലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണാം അവിടെയുള്ള പ്രാകാരം. ആ പ്രാകാരത്തിൽ കണ്ടോ 24 മണിക്കൂർ തീ കത്തിക്കൊണ്ടിരിക്കുക. ചുറ്റും പുരോഹിതന്മാരുണ്ട്. വിറക് കൊണ്ടുവരുന്ന പുരോഹിതന്മാർ, ആടിനെ പരിശോധിക്കുന്ന പുരോഹിതന്മാർ, യാഗപീഠത്തിങ്കൽ തീ കെട്ടുപോകാതെ അത് സൂക്ഷിക്കുന്ന പുരോഹിതന്മാർ, വാതിൽക്കൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാലറിയാം അവിടെ യാഗമൃഗമായിട്ട് വന്നിട്ടുണ്ട്. ആ യാഗമൃഗത്തെ ഏറ്റുവാങ്ങി അകത്തേക്ക് കൊണ്ടുപോയി അടുത്ത യാഗത്തിനുവേണ്ടി തയ്യാറാക്കുന്ന പുരോഹിതന്മാർ എന്ന് വേണ്ട, ഇതെല്ലാം ഒരുമിച്ച് അവിടെ ആ ശുശ്രൂഷ നടക്കുക. അതുകൊണ്ടാണ് 24 മണിക്കൂർ തീ ഇങ്ങനെ ചൂള പോലെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഒറ്റ ഒരാളെ കൊണ്ട് മാത്രം ഈ യാഗപീഠം ഇങ്ങനെ കത്തിക്കാൻ നോക്കിയല്ല. യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവരും ആടിനെ പരിശോധിക്കുന്നവരും വിറക് കൊണ്ടുവരുന്നവരും ആടിനെ അറുക്കുന്നവരും എല്ലാ പുരോഹിതന്മാരും ഒരുമിച്ച് സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ അനുഗ്രഹമായി മുന്നോട്ട് പോവുകയുള്ളൂ. ഞാൻ ദൈവമെ കൊണ്ട് പറയാം, ഒരു വൺ മാൻ ഷോ കൊണ്ടൊന്നും ആത്മജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. കണ്ടോ, എല്ലാവരും കൂടെ ചേർന്ന് അതിൽ പങ്കാളികളാകുമ്പോഴാണ് ദൈവ സാന്നിധ്യം യഥാർത്ഥമായിട്ട് അനുഭവിക്കാൻ കഴിയുക. സമയം പോയതോട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ആ സമാഗമന കൂടാരത്തിന്റെ ആ എന്താ പറയാ 60 തൂണുകൾക്കകത്ത് നിൽക്കുന്ന 100 മുഴം നീളത്തിൽ 50 മുഴം വീതിയിൽ 5 മുഴം ഉയരത്തിലാണ് ഈ പ്രാകാര മറശ്ശില നിൽക്കുന്നത്. ആ പ്രാകാരത്തിനകത്ത് വെളിച്ചം നൽകാൻ പ്രത്യേക സിസ്റ്റംസ് ഒന്നുമില്ല. ഈ യാഗപീഠത്തിലെ തീ കൊണ്ടുള്ള വെട്ടവും പകൽ സമയത്താണെങ്കിൽ സൂര്യന്റെ പ്രകാശം മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. അത് തടസ്സമൊന്നുമില്ല, അല്ലേ? എന്നാൽ ആ പ്രാകാരം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, തകശത്തോല് കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന ആ കൂടാരമാണ് യഥാർത്ഥ കൂടാരം എന്ന് പറഞ്ഞാൽ. അതിന് മീതെ നിങ്ങൾക്ക് കാണാം ഷെഖീന ഇറങ്ങി വരുന്ന ആ വെള്ള പുക പോലെ കാണുന്നത് ദൈവത്തിന്റെ ഷെഖീന ഇറങ്ങുന്നതാണ്. യാഗപീഠത്തിന് മേൽ പുക പൊങ്ങുന്നത് കാണാം. അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിങ്കിൽ നിന്നും അല്ലെങ്കിൽ ആ കൃപാസനത്തിലേക്ക് യഹോവയുടെ ഷെഖീന ഇറങ്ങുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അവിടെ വിശുദ്ധ മന്ദിരവും അതിവിശുദ്ധ ഉൾപ്പെടുന്ന ആ ഭാഗം മുഴുവൻ കണ്ടോ, അത് മൂടുശീലകൾ കൊണ്ട് മൂടിയിട്ടിരിക്കുക. ഏറ്റവും മീതെയുള്ള മൂടുശീലയാണ് ബാഡ്ജർ സ്കിൻ, തഹശത്തോല് കൊണ്ടുള്ള മൂടുശീല. ആ വിശുദ്ധ മന്ദിരത്തിലും അതിവിസ്ഥലത്തുമാണ് പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ നിലകൊള്ളുന്നത്. വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്ത് തങ്ക നിലവിളക്ക് വെച്ചിട്ടുണ്ട്. തങ്കം കൊണ്ടുണ്ടാക്കിയതിനാൽ തങ്ക വിളക്കുന്നു, കവരങ്ങൾ ഉള്ളത് കൊണ്ട് കവര വിളക്കുന്നു, നിലത്ത് വെച്ചിരിക്കുന്നതിനാൽ നിലവിളക്കെന്നും വിളിക്കുന്നു. കണ്ടോ? അപ്പോൾ 7 ശാഖകളായി പിരിഞ്ഞു നിൽക്കുന്ന തങ്ക നിലവിളക്ക് 24 മണിക്കൂർ അത് കത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ തീ അണഞ്ഞു പോകുന്നില്ല. രാവിലെയും വൈകുന്നേരവും പുരോഹിതൻ ശ്രദ്ധിച്ചു നോക്കി കരിന്തിരി വല്ലതും ഉണ്ടെങ്കിൽ ഇത് വെച്ച് സോപ്പിട്ടോണ്ടിരിക്കാതെ അതെല്ലാം മുറിച്ചു മാറ്റി ആ തിരിയൊക്കെ നേരെയാക്കി ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ അതിലൊഴിച്ച് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അത് വിശദമാക്കുന്നില്ല, കാരണം നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ടാണ്. വലതുവശത്ത് കാഴ്ചപ്പത്തിന്റെ മേശ 12 അപ്പം 6 വീതം 2 നിരയായി അടുക്കി വെച്ചിരിക്കുന്നു. ചൂടുള്ള അപ്പമാണ്. ശബത്ത് തോറും പുരോഹിതൻ ആ അപ്പം മാറ്റുന്ന അപ്പം പുരോഹിതൻ ഭക്ഷിക്കുകയും പകരം ചൂടുള്ള പുതിയ അപ്പം മേശമേൽ വെക്കുകയും ചെയ്യണം. ആ അപ്പം വെക്കുമ്പോൾ അതിന്റെ മീതെ കുന്തുരുക്കം കൂടെ ഇട്ട് വേണം വെക്കാൻ. കണ്ടോ? ഈ 2 ഉപകരണം കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണുന്ന ഉയരം കൂടിയ ഉപകരണത്തിന്റെ പേരാണ് ധൂപപീഠം. വിശുദ്ധ ബന്ധത്തിൽ ഈ പ്രധാനപ്പെട്ട 3 ഉപകരണങ്ങളാണ്. ഏതൊക്കെ?
തങ്ക നിലവിളക്ക്, കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം. വിശുദ്ധ മന്ദിരത്തിലുള്ളത്. ഞാനൊരു കാര്യം പറയാനായിട്ടാ, പ്രാകാരം വിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ യാഗപീഠത്തിലെ തീയുടെ വെട്ടവും ഇല്ല, സൂര്യന്റെ വെട്ടവും ഇല്ല. അവിടെ വെളിച്ചം കാണാൻ ഏക മാർഗം തങ്ക നിലവിളക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രാകാരത്തിൽ സൂര്യപ്രകാശവും കിട്ടും, യാഗപീഠത്തിന്റെ വെട്ടവും കിട്ടും. വിശുദ്ധ മന്ദിരത്തിൽ സൂര്യപ്രകാശവും ഇല്ല, യാഗപീഠത്തിലെ വെളിച്ചവും ഇല്ല. അവിടെ ആകെ വെളിച്ചം കിട്ടുന്നത് നിലവിളക്ക് എന്നുള്ള വെട്ടം മാത്രമാണ്, തങ്ക നിലവിളക്ക് എന്നുള്ള വെട്ടം മാത്രം. എന്നാൽ അവിടവും കഴിഞ്ഞ് അതിവിസ്തരത്തേക്ക്, മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വെളിച്ചം നൽകാൻ തങ്ക നിലവിളക്കില്ല, യാഗപീഠത്തിലെ തീയില്ല, സൂര്യപ്രകാശവുമില്ല. മോസ്റ്റ് ഹോളി പ്ലേസിൽ പ്രകാശം ചെയ്യാൻ ദൈവത്തിന്റെ തേജസ് മാത്രമേ ഉള്ളൂ. കണ്ടോ? അവിടെ വെളിച്ചം പകരാനുള്ള ഏക ഉപകരണം യഹോവയുടെ തേജസ്, ദൈവസാന്നിധ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പ്രാകാരത്തിൽ നിൽക്കുമ്പോൾ കാര്യങ്ങൾ കാണാൻ അല്പം എളുപ്പമാണ്. സൂര്യപ്രകാശവും ഉണ്ട്, യാഗപീഠത്തിലെ വെട്ടം കൊണ്ടൊക്കെ ഏറെക്കുറെ കാണും. വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരു പടി കൂടെ മുന്നോട്ട് കയറിയപ്പോൾ പ്രാകാരത്തിലുണ്ടായിരുന്ന അത്ര തന്നെ വെട്ടമില്ലെങ്കിലും അതിനേക്കാൾ ഏകദേശം ശോഭ കൂടിയ വെട്ടം ഏത്? നിലവിളക്കിന്റെ വെളിച്ചം കാണും. അവിടെയും കിടന്ന് അടുത്ത പടിയിലേക്ക് വന്നു, മോസ്റ്റ് ഹോളി പ്ലേസിൽ വന്നപ്പോൾ സൂര്യപ്രകാശമില്ല, യാഗപീഠത്തിലെ വെട്ടമില്ല, നിലവിളക്കിന്റെ വെട്ടവുമില്ല. അവിടെ എന്തെങ്കിലും കാണണമെങ്കിൽ ഒരൊറ്റ പ്രകാശത്തിന്റെ സ്രോതസ് മാത്രമേ ഉള്ളൂ. അത് ദൈവ തേജസ്സാണ്, ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന, ദൈവത്തിന്റെ ഷെഖേന ഇറങ്ങുമ്പോൾ മാത്രമാണ് മോസ്റ്റ് ഹോളി പ്ലേസിൽ അല്പം വെട്ടം കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതുകൊണ്ട് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒരു ആത്മീകന്റെ ജീവിതം ഈ ലോകമാകുന്ന പുറം ലോകം വിട്ട് പ്രാകാരത്തിലേക്ക് പ്രവേശിച്ച് അവിടുന്ന് വിശുദ്ധ മന്ദിരത്തിലേക്കും പ്രവേശിച്ച് അവിടുന്ന് ആദിവസത്തിലേക്ക് ചെല്ലുന്ന ആ ആത്മീക പ്രോഗ്രസ്, ആ പ്രോഗ്രസീവ് വർക്കിനകത്ത് പ്രാകാരത്തിലെ അനുഭവമല്ല വിശുദ്ധ മന്ദിരത്തിലെത്തുമ്പോൾ, വിശുദ്ധ മന്ദിരത്തിലെ അനുഭവമല്ല അതിവിസർജെത്തുമ്പോൾ. കാരണം എന്തറിയാമോ? പ്രാകാരത്തിലെല്ലാം കാണാൻ വ്യക്തമാണ്, സൂര്യപ്രകാശമുണ്ട്, യാഗപീഠത്തിലെ തീയുടെ വെട്ടം കിട്ടുന്നുണ്ട്, എല്ലാം വളരെ കൃത്യമാണ്. വിശുദ്ധ മന്ദിരക്ക് വന്നപ്പോൾ നിലവിളക്കിന്റെ വെട്ടമുണ്ട്. എന്നാൽ മൂന്നാമത്തെ പടിയിലേക്ക് വന്നപ്പോൾ അവിടെ ഈ പറയപ്പെട്ടതൊന്നും വെളിച്ചം പകരാനായിട്ടില്ല. അവിടെ ആകെയുള്ളത് ദൈവ തേജസ് മാത്രം. മോസ്റ്റ് ഹോളി പ്ലേസിൽ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ദൈവ തേജസ്സിനകത്തല്ലാതെ, ദൈവ തേജസ്സിന്റെ എന്താ പറയാ, ആ പ്രസ്ഫുരണത്തിനകത്തല്ലാതെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാനിപ്പോ പറഞ്ഞ ആത്മീക പൊരുൾ പിടികിട്ടിയോ? ഒരാത്മീകന്റെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് എത്തുമ്പോൾ അവിടെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ദൈവ തേജസ് വെളിപ്പെടുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. യഹോവയുടെ ഷെഖേന ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. പ്രാകാരത്തിലെ അനുഭവം വിട്ട്, സാധാരണ പ്രാകാരം കാണുമ്പോഴേ നമ്മൾ ഏതാണ്ടെല്ലാം കണ്ടു വലുതാന്നും പറഞ്ഞ് നമ്മൾ പോകുന്നത്. ആയിക്കോട്ടെ, ദയവായി പ്രാകാരത്തിൽ നിൽക്കരുത്, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കണം. അവിടെ കാര്യങ്ങൾ വ്യക്തമാക്കി കാണാൻ തങ്ക നിലവിളക്കിന്റെ പ്രകാശമുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തങ്ക നിലവിളക്കിന്റെ പ്രകാശമുണ്ട്, കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ചുറ്റുമുള്ള പലക 48 പലകകൾ, വെളിയിലത്തെ തൂണ് 60 എണ്ണം. വിശുദ്ധ മന്ദിരം അതിവിസ്ഥലം ഉൾപ്പെടുന്ന പ്രധാന കൂടാരത്തിന്റെ പലകകൾ 48 എണ്ണം. കണ്ടോ? തമ്മിൽ ചെത്തി ചേർത്ത് ഇണക്കി പിടിപ്പിച്ചിരിക്കുക, 5 അന്താഴം ചെലുത്തി. ആ പലക മുഴുവനും തങ്കം പൊതിഞ്ഞിരിക്കുക, തങ്കം പൊതിഞ്ഞിരിക്കുന്ന പലകകൾ. നിങ്ങളതൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. 48 പലകകളും ഇങ്ങനെ തങ്കം പൊതിഞ്ഞ് നിർത്തിയിരിക്കുക. ആ വിശുദ്ധ മന്ദിരത്തിന്റെ അകത്താണ് എന്തൊക്കെയുള്ളത്? തങ്ക നിലവിളക്ക്, വലതുവശത്ത് കാഴ്ചയപ്പത്തിന്റെ മേശ, ധൂപപീഠം. പലകയും തങ്കം കൊണ്ട് പൊതിഞ്ഞത്, പൊന്നുകൊണ്ട് പൊതിഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, പലക മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞത്, നിലവിളക്ക് തനി തങ്കം, വലതുവശത്ത് കണ്ട കാഴ്ചയപ്പത്തിന്റെ മേശയും തങ്കം കൊണ്ടുണ്ടാക്കിയതാണ്, ധൂപപീഠവും അങ്ങനെ തന്നെ. എന്റെ ചോദ്യം, ഈ പലക മുഴുവനും തങ്കം പൊതിഞ്ഞത് അല്ലെങ്കിൽ പൊന്നുകൊണ്ടുണ്ടാക്കിയത്
അവിടെ ഈ നിലവിളക്കില് വെളിച്ചം കൂടെ വീശുമ്പോൾ വിശുദ്ധ മന്ദിരത്തിലെ ആ തേജസ്സും ശോഭയും മനോഹാരിയും നിങ്ങൾ മനസ്സിൽ നിന്ന് കണ്ടു നോക്കിയേ. എത്ര അവർണ്ണനീയമായ അനുഭവമായിരിക്കും അതല്ലേ? ചിന്തിച്ചിട്ടുണ്ട് ആ കാര്യം? സ്തോത്രം. വിശുദ്ധ മന്ദിരത്തിന്റെ അനുഭവത്തിൽ നാം ഒതുങ്ങിക്കൂടാതെ അതിവിസ്ഥലത്തേക്ക് നമ്മുടെ ആത്മിക വളർച്ചയും വർധനവും ഉണ്ടാകണം. അതിവിസ്ഥലത്ത് ഈ പറയപ്പെട്ട യാതൊരു സംഗതിയില്ല. സൂര്യപ്രകാശമില്ല, യാഗപീഠത്തിന്റെ വെട്ടമില്ല, നിലവിളക്കിന്റെ പ്രകാശവുമില്ല. അതിവിസ്ഥലത്ത് പ്രകാശം കിട്ടുന്ന ഏക സ്രോതസ് ദൈവകൃപ, ദൈവ തേജസ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുന്നതല്ലാതെ, അഥവാ ഷെഖേന ഇറങ്ങുമ്പോഴല്ലാതെ അതിനകത്ത് യാതൊരു വെട്ടം കാണാനായിട്ടില്ല. ആത്മീയത്തിന്റെ വളർച്ചയും വർധനവുമാണ് ഇവിടെ കാണുന്നത്. പ്രാകാരം വിട്ട് വിശുദ്ധമന്ദിരക്ക് വന്ന വിശുദ്ധമന്ദിരത്തെ അതിസ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ദൈവവൈതലിന് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ദൈവ തേജസ്സിനകത്തല്ലാതെ, ദൈവ തേജസ്സിന്റെ പ്രതിഫലനം കൊണ്ടല്ലാതെ വേറൊന്നും കാണാൻ ഒരാത്മീകന് കഴിയുകയില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അവിടുത്തെ വെളിച്ചം ദൈവ തേജസ് മാത്രമാണ്, ദൈവം തന്നെയാണ്. ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, കുഞ്ഞാടതിൻ വിളക്കാണ്, ഇരുളൊരു ലേശവും അവിടെയില്ല. കണ്ടോ? സ്തോത്രം. അവിടെ എന്തെങ്കിലും വെളിച്ചം കാണുന്നുണ്ടെങ്കിൽ ദൈവ തേജസ്സമല്ലാതെ മറ്റൊന്നും അവിടെ വെളിച്ചത്തിന് സ്രോതസ്സായിട്ടില്ല. ഞാൻ പറഞ്ഞൊക്കെ ബോധ്യമാനി വിശ്വസിക്കുന്നു. നോക്കൂ, ആത്മീക വളർച്ചയുടെ ഓരോ പടിയും കയറി കയറി ചെല്ലുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുകയല്ല, കാര്യങ്ങൾ വ്യക്തമാകാതെ വരികയാണ്. അതിനർത്ഥം വിശുദ്ധമന്ദിരത്തിൽ കാര്യം വ്യക്തമല്ലെന്നോ, അതിവിശുദ്ധലത്ത് ഒട്ടും തന്നെ കാര്യം വ്യക്തമല്ലെന്നോ എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ അർത്ഥമാക്കരുത്. പിന്നെയോ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മിക വർധനവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണണമെന്നില്ല. നമ്മൾ അങ്ങോട്ട് തന്നെ വരിക. നിങ്ങൾ ആരെങ്കിലും, എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു വേദഭാഗമാണെങ്കിൽ എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണേ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. ആരെങ്കിലും ഒന്ന് ആ വാക്യം എടുത്തിട്ട് വായിക്കാമോ? നന്നായിട്ട് കാണാതെ അറിയുന്ന വേദഭാഗം, എനിക്ക് നല്ല ഉറപ്പുണ്ട്, പക്ഷെ ഇത് വായിച്ചിട്ട് പറഞ്ഞു നോക്കൂ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോട് പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെട്ടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അബ്രാം തന്റെ ഭാര്യയായ സാറയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്ത് എത്തി. അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്ത് കൂടി സഞ്ചരിച്ചു. ഏലോൻ മോരെ വരെ ദേശത്ത് കൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്ക്. ഏഴാമത്തെ വാക്യം വരെ മതി. നമ്മൾ അല്പം നേരം അബ്രഹാമിന്റെ കൂടെ സഞ്ചരിക്കാനുള്ള തീരുമാനത്തിലാണ്. ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇവരുടെ ഒപ്പം നമുക്ക് സഞ്ചരിച്ചെങ്കിലേ മതിയാകുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കണേ. നമ്മൾ ഇവരുടെ കൂടെ ഒന്ന് സഞ്ചരിക്കുക. എന്തിനെന്നറിയാമോ? എങ്കിലേ ഇവരുടെ ഈ വിശ്വാസത്തിന്റെ യാത്ര എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും.
അബ്രഹാം വിശ്വാസ യാത്ര എങ്ങനെ അറിയാൻ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു വാക്യം വായിച്ചു. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11:8. ഞാനത് പിന്നെ എടുത്തോളാം. ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വാക്യം വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 11:8 എബ്രായ ലേഖനം. വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. 8 മാത്രം മതിയോ? അടുത്ത വാക്കുകൾ വായിച്ചു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തെ ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ആമേൻ, സ്തോത്രം. കണ്ട 9-ാമത്തെ വാക്യമൊക്കെ എന്നെ ത്രില്ലടിപ്പിക്കുന്ന വാക്യമാണ്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ. അബ്രഹാം പാർത്ത വിധം പറയാ, അന്യദേശത്തു പരദേശിയായി മണ്ണിതിൽ കൂടാരവാസികളായി. കണ്ടോ? അന്യദേശത്തു പരദേശിയായി മണ്ണിതിൽ കൂടാരവാസികളായി ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നഗരത്തിനായി കാത്തുവസിക്കുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടു. കല്ലുണ്ട്, മുള്ളുണ്ട്, കാഠിന്യമാം പള്ളും സഹിക്കണം നാം ഇനിയും. ഉള്ള വെളിച്ചത്തെ കൊള്ള ചെയ്തിടുന്ന കള്ള സഹോദരർ ഉള്ളതിനാൽ വേഗം. ഇത്ര മനോഹരമായ പാട്ട്. സ്തോത്രം. വേട്ടമല ബിലിഫുസുദിന്റെ പാട്ടാണ്. ഭക്തരൻ വിശ്വാസ ജീവിതം പോലെ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അതിനകത്ത് നമ്മളെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഭാഗം ആ ദേവദാസൻ എഴുതിയിട്ടുണ്ട്. 3 യാമങ്ങളും വൻതിരയിൽ മുങ്ങുമാറായി വലയുകിലും മുറ്റും കടൽ മീതെ 4-ാം യാമത്തിങ്കൽ ഉച്ച സഖി അവൻ വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്തോത്രം. നമുക്ക് അബദ്ധം പറ്റിയതല്ല പ്രിയരേ, ഇത്രത്തോളം ശ്രേഷ്ഠകരമായ ഒരു ജീവിതം. ഞാൻ ഓങ്ങിയത് കൊണ്ട് ഞാൻ പറയാം, പണ്ടൊക്കെ പാടുവരുന്ന പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതി ഉണ്ടോ എന്നൊക്കെ പാടുന്നു. ഇപ്പൊ ആ പാട്ട് കേൾക്കുന്നത് നമുക്ക് അലർജി. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. അവനീ തലത്തിൽ അപമാനം നമുക്ക് അവകാശമെന്നോർത്തിടണം. അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്തായുഗം വാണിടുന്ന. പ്രൈസ് ദി ലോർഡ്. എന്താ പാട്ടാ പ്രിയർ അതൊക്കെ. അത് ഇനി ഞാൻ കേട്ടു, എന്റെ യേശു സാഹചര്യത്തെ മാറ്റും, എന്റെ യേശു സാഹചര്യങ്ങളെല്ലാം മാറ്റും. എന്തിനിങ്ങനെ വിഷമിച്ച് എഴുതിയതാണോ? പോട്ടെ, അത് ഞാൻ പിന്നെ എപ്പോഴും പറയാലോ. നിങ്ങൾ ഇറങ്ങിപ്പോയി ഞാൻ എന്നാ ചെയ്യും? നോക്കണേ, വിശ്വാസത്തിന്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തോട് നമ്മൾ അടുത്ത് സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ അത്ര വ്യക്തമായില്ല എന്ന് വരുമെന്നാ ഞാൻ പറഞ്ഞ്. നമ്മൾ ഇന്ന് വരെ കേട്ട ദൈവത്തോട് അടുക്കും തോറും കാര്യങ്ങൾ വ്യക്തമാകുമെന്നായിരിക്കാം. ഞാനതൊന്ന് തിരുത്തിക്കൊണ്ട് പറയുക, എല്ലാ കാര്യവും ഒരുപക്ഷെ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ വ്യക്തമാകണമെന്നില്ല. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. ഓരോ വാക്യം നമുക്ക് വായിച്ചു പോയെങ്കിലും ഒക്കെ. അതുകൊണ്ടാണ് യഹോവ അബ്രഹാമിനോട് അരുളിച്ചെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ഇത് പറയുമ്പോൾ അബ്രഹാം ഇപ്പോൾ പാർക്കുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, അബ്രഹാം ഇപ്പോൾ പാർക്കുന്നത് കൽദറ പട്ടണമായ ഊരിലല്ല, ഹാരാനിൽ വന്നു, അവിടെ പാർത്തു. തേരഹ്, അബ്രഹാം, സാറ,
ലോത്ത്, ഇവരെല്ലാവരും ഉണ്ട്. ദീർഘനാൾ അവിടെ താമസിച്ച് സമ്പാദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തേരഹ് മരിക്കുന്നു. അതിന്റെയൊക്കെ ശേഷം ദൈവം അബ്രഹാമിൽ ഇടപെടുക. നീ ആ ദേശത്ത് നിന്നെ ചാർച്ചക്കാരെ പിതൃഭവനത്തൊക്കെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാലിക്കുന്ന ദേശത്തേക്ക് പോകണം. എനിക്ക് അവിടെ ഒരു അല്പം നേരം നിന്നെങ്കിലും ഊക്കൂ. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് പോയോ? നോ പ്രോബ്ലം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നിന്നെ കാണിപ്പാലിക്കുന്ന ദേശത്തേക്ക് പോകണം. എങ്ങനെ പോകണമെന്നറിയാമോ? ചുമ്മാ പോകണമെന്നല്ല. ഏതൊരു ദേശത്തേക്ക് പോകണമെന്നാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. പക്ഷെ അവിടെ വേറൊരു കാര്യം പറഞ്ഞു. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടണം. പുറപ്പെടണം എന്നല്ല, വിട്ടേച്ച് പുറപ്പെടണം. അവിടെ കുഴയുന്ന എല്ലാം കൊണ്ടങ്ങ് പോകാനാണെങ്കിൽ എളുപ്പമായിരുന്നു. ഇപ്പൊ അത് പറ്റുകയില്ല. ഇതുവരെ ചുമന്നുകൊണ്ട് വന്നതെല്ലാം ഇവിടെ വിടണം. അങ്ങനാണെങ്കിലേ വിശ്വാസത്തിന്റെ യാത്ര സുഗമമാകും. മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞേ? എന്ന് പറഞ്ഞാൽ ഇതുവരെ നീ അനുഭവിച്ച സകലതിനോടും നീ ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറയണം. ഒരു പുതിയ തുടക്കം ഇവിടെ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉപേക്ഷിക്കൽ നടന്നെങ്കിലേ ഒരു തുടക്കം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? ചുമ്മാ ധാരാണ്ട് പറഞ്ഞു ചാടി ഇറങ്ങി പോക്ക് നടക്കുകയല്ലെന്ന്. ഞങ്ങൾ വിശ്വാസം ഇത്ര വർഷമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പഴയതിനോടെല്ലാം ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ദേവദാസ് തന്നെ പറഞ്ഞു, സാറേ ഒരു വീട് കല്യാണം നടന്നപ്പോ കല്യാണത്തിന് ദേവദാസൻ ചെന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയം പാണ്ട് ആത്മാവിൽ നിറഞ്ഞ് പാസ്റ്റർക്കും ദക്ഷിണ കൊടുത്തു, അവിടെ നിന്നവർക്കും ദക്ഷിണ കൊടുത്തു. പാസ്റ്റർ കാലം തൊട്ട് വണങ്ങി, എല്ലാം തൊട്ട് വണങ്ങി വെച്ചാ പോയെന്ന് പറഞ്ഞു. അവരാണ് മിണ്ടിപ്പോയെങ്കിൽ ആത്മാവിൽ നിറയുന്ന അന്യഭാഷ മാത്രം പറയുന്ന ഒരു കൂട്ടര്. പക്ഷെ ദക്ഷിണയും കൊടുത്ത് കാലും തൊട്ട് വണങ്ങി വെച്ചാ പോയെന്നു. ഈ യാത്ര അങ്ങ് പുറപ്പെട്ടതല്ല, അത് വിട്ടേച്ചൊന്നും പുറപ്പെട്ടതല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ല, നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ വാഗ്ദത്ത കനാൻ ദേശത്തേക്കാണെങ്കിലും മിസ്രൈമിലെ ശൈലി വിടാത്ത എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു വിവാഹത്തിന്റെ കല്യാണം ഞാൻ പിന്നെ പറയാം. എൻഗേജ്മെന്റ് തുടങ്ങാം, എന്നിട്ട് കല്യാണത്തിലേക്ക് വരാം. രണ്ടു കൂട്ടരെയും വിളിച്ചു വരുത്തിയേച്ച് ആ ലീഡിയ ദേവദാസൻ പറയും, ഇവിടെ ഇന്ന പോലെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഇതിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ രേഖയാക്കി വധുവരന്മാരും രക്ഷകർത്താക്കളുടെ സഭാപ്രതിനിധികളും വിവാഹ നിശ്ചയരയിൽ ഒപ്പുവെക്കുകയും തദനന്തരമായി ഈ വിവാഹ നിശ്ചയരേഖ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ഇത് ചുമതലപ്പെട്ടവർ മുന്നോട്ട് വരികയും വിവാഹ നിശ്ചയരേഖ പരസ്പരം കൈമാറുകയും ചെയ്യുന്നതായിരിക്കും. ആട്ടെ, ആ സമയത്ത് ഗായകസിംഗ് ഒരു പാട്ട് പാടും. ഗായകസിംഗ് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വിവാഹ നിശ്ചയരയിൽ വന്ന് വധുവരന്മാർ ഒപ്പുവെക്കുന്നു, മാതാപിതാക്കൾ ഒപ്പുവെക്കുന്നു, സഭാപ്രതിനിധികൾ ഒപ്പുവെച്ചു. അതിനുശേഷം ലീഡിയൻ ദേവദാസൻ ആ വിവാഹ നിശ്ചയരേഖ വായിച്ച് കേൾപ്പിക്കും. വായിച്ച് കേൾപ്പിച്ച അന്തരം അതൊരു കവറിനകത്തിട്ടിട്ട് ഈ വിവാഹ നിശ്ചയരേഖ ഇപ്പോൾ കൈമാറുകയാണ്, ചുമതലപ്പെട്ടവർക്ക് മുന്നോട്ട് വരാം പറഞ്ഞ അവര് വന്ന ഉടനെ രണ്ടു കൂട്ടരും ഈ കവറിനോട് കയ്യിൽ കൊടുത്തതിന് ശേഷം പറയും വിവാഹ നിശ്ചയരേഖ ഇപ്പോൾ കൈമാറുകയാണ്. ഉടനെ ഒരു പഴയ മാമൂൽ ഇട്ടുകൊണ്ട് വേറൊരു പരിപാടി ചോദിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. എന്തോന്നു? വിവാഹരേഖ എങ്ങനെ? കുറി കൊടുക്കട്ടെ 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 എന്ന് 3 പ്രാവശ്യം. ഈ 3 എന്നുള്ള കണക്ക് എവിടുന്ന് വന്ന് എനിക്ക് ഒരു പിടിയില്ല. പറഞ്ഞ അപ്പുറത്തേക്കുന്ന ആള് കുറി വാങ്ങിക്കട്ടെ കുറി വാങ്ങിക്കട്ടെ കുറി വാങ്ങിക്കട്ടെ എന്ന് 3 പ്രാവശ്യം. ഇങ്ങനെ ഈ 6 ടേ കേട്ടില്ലെങ്കിൽ ഈ സംഭവം നടക്കുകയല്ലേ? എടാ, ഇത് കൊടുക്കാനും ഇത് മേടിക്കാനും എല്ലാം തന്നെ ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തി ഈ ഓഡിറ്റോറിയത്തിന്റെ വാടകയും കൊടുത്ത് കഞ്ഞി കുടിക്കാനുള്ള മാർഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലേ?
ആണല്ലോ. അല്ല, നിങ്ങൾ പറ, ഇത് നടത്താൻ വേണ്ടി തന്നെയല്ലേ എൻഗേജ്മെന്റിന് ഈ കുറി കൈമാറുക, ഡേറ്റ് നിശ്ചയിക്കുക എന്നുള്ള വേറെ പരിപാടി ഒന്നുമില്ല? ഉണ്ടോ? അതും തമ്മിൽ ധാരണയുണ്ട്. പിന്നെ പബ്ലിക് ഒന്ന് പറയണം, അത്രയേ ഉള്ളൂ. പിന്നെ പെണ്ണിന്റെ വീട്ടിൽ വെച്ച് ഒരു ഫംഗ്ഷൻ നടക്കട്ടെ, അതിനുവേണ്ടി മാത്രം ചെയ്തൊരു കാര്യം ഉള്ളതല്ലേ ഉള്ളൂ. ഞാൻ നടത്തിയ ഒരൊറ്റ ശുശ്രൂഷയിലും ഇങ്ങനെ കൊടുക്കട്ടെ കൊടുക്കട്ടെ, വാങ്ങിക്കട്ടെ വാങ്ങിക്കട്ടെ, ഇതൊന്നും ഞാൻ പറയാറില്ല, പറയിപ്പിക്കുകയില്ല. വിവാദിച്ച രേഖ ഇപ്പോൾ പരസ്പരം കൈമാറുന്നു. കൊടുത്തോളം പറയും, മേടിച്ചു പൊക്കോളം പറയും. വേണമെങ്കിൽ അപ്പച്ചന്മാർ തമ്മിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തോട്ടെ, ഒന്നോ രണ്ടോ ഉമ്മ കൊടുത്തു, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് കഴിഞ്ഞാൽ പെരുവരാം തമ്മിൽ കാണുന്ന പോലും ഇല്ലല്ലോ, ആരാന്ന് പോലും അറിയത്തില്ല. എന്നാലും അത് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞ ഈ ആവശ്യമില്ലാത്ത പരിപാടി ഇന്നത്തെ ചെയ്യരുത്. അതിന്റെ കാര്യം, നമ്മളൊരു പ്രോപ്പർ ഗുഡ് ബൈ പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് പഴയതൊന്നും വിട്ടുകളയാത്ത ഹാരാനിലെ രീതിയും വേണമെങ്കിൽ കൽദേറെ പട്ടണത്തിലെ രീതിയും കൂടെ നമ്മൾ കൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. ആത്മാവിൽ നിറഞ്ഞാണ് പോക്കും വരവും നിന്നാലും ഇതൊന്നും വിട്ടേച്ച് പോകാത്തതുകൊണ്ടുണ്ടല്ലോ, ഈ രീതി എല്ലാം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി പൊങ്ങി വരും. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, വാഗ്ദത്ത കനാലിലേക്ക് ആ പോരുന്നെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം, എല്ലാം വിട്ട് ഹാരാനോട് പ്രോപ്പർ ഗുഡ് ബൈ പറഞ്ഞിട്ടേ പോരാം. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് ഞാൻ സാവകാശം ചോദിക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് സബ്ജക്റ്റ് ഉണ്ട്. ഒന്ന് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുകയല്ല. അങ്ങനെ ഞങ്ങൾ ആരും മാനസാന്തരപ്പെടാത്തൊരു കൃപ വരാത്തൊരുവാണോ? പാസ്റ്ററിനെ പരിജ്ഞാനില്ലാതെ പറഞ്ഞു ചോദിച്ചു. അന്നേരം പാസ്റ്ററെ അട്ടപ്പാടിക്ക് സ്ഥലം മാറ്റും. അപ്പൊ അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും നമ്മൾ സമ്മതിക്കാൻ. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം. ഒരു പ്രോപ്പർ ഗുഡ് ബൈ ഹാരാനോട് പറയാതെ, ഹാരാന്റെ സിസ്റ്റത്തോട് പറയാതെ, ഹാരാനിന് ശീലിച്ച ശീലങ്ങളോട് പറയാതെ, അതെല്ലാം വിടണം. അതിനായി ഈ ചാർച്ചക്കാരെയും പിതൃഭവൻ ചക്ക വിടണമെന്ന് പറഞ്ഞത്. ഈ പിതൃഭവനും ചാർച്ചക്കാരും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. ഈ ചാർച്ചക്കാരാണല്ലോ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലേ? അതേ, എനിക്ക് ഒരു 100 കൂട്ടം കാര്യം പറയണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയ നമ്മുടെ വിഷയം അവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. സ്തോത്രം. ഞാൻ തീർത്തു പറയുന്നു, നിങ്ങളുടെ ആത്മിക ജീവിതത്തിൽ കനാൻ ലക്ഷ്യമാക്കുള്ള യാത്ര സഫലമാകണം എന്ന് വരികിൽ അതുവരെ അനുവർത്തിച്ചു വന്നുള്ള സകല സിസ്റ്റത്തോടും ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറയാതെ കനാന്റെ കാര്യം ചിന്തിക്കേ വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? ഗുഡ് ബൈ പറയാത്ത ഏതെങ്കിലും ഹാരാന്യ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തീർത്ത് പറയാം, ഒരു കാരണവശാലും കനാന്റെ പ്രവേശനം സാധ്യമാകുകയില്ല. Praise the Lord. അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു എന്താ പറയാ, ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറയാതെ ഒരു പ്രോപ്പർ ബിഗിനിങ് നമുക്ക് ഉണ്ടാകുക എന്നാ പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? സകലത്തിനോടും, സകല സിസ്റ്റത്തോടും, സകല രീതിയോടും. തിരുവച്ചില വാക്കുണ്ട്, മിസ്രൈമിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. സ്തോത്രം. മിസ്രൈമിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അതിന് നടക്കുന്ന കാലത്ത് വെക്കുന്നതിന്റെ രീതിക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിനർത്ഥം? അല്ല, മിസ്രൈമിലെ സിസ്റ്റം നിങ്ങൾ ഇവിടെ എടുക്കരുതെന്നായി പറഞ്ഞത്. അല്ലെ, മിസ്രൈമിൽ നടക്കാൻ പ്രത്യേക ശൈലി ഉണ്ടെന്നല്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞു? മിസ്രൈമിലെ സിസ്റ്റം ഇവിടെ വേണ്ടെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുന്നു, നിങ്ങൾക്ക് വചനത്തിൽ അറിവും തിരിച്ചറിവും പരിജ്ഞാനവും ഉള്ളവരായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ഈ മിസ്രൈമ്യ സിസ്റ്റമോ ഹാരാന്യ സിസ്റ്റമോ ഒക്കെ കയറി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും, നല്ലതാണ്. ദൈവകൃപയിലാണേലും ആത്മാവിലാണേലും മിസ്രൈമ്യ സിസ്റ്റം വല്ലതും ഉണ്ടെങ്കിൽ അവന്റെ സ്വാധീനം നമ്മിൽ ഉണ്ടാകുന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹാരാന്യ സിസ്റ്റമിൽ ഇപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഹാരാന്റെ ലൈഫ് അത്ര സേഫ് അല്ല. അത്ര മാത്രം ഞാൻ ആ ഭാഗം വിടുക.
അപ്പൊ ദൈവം അബ്രഹാമിനോട് പറയാണ്, നീ നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ ദേശത്തെ ഒക്കെ വിടണം. വിട്ട മാത്രം പോരാ, അവിടുന്ന് പുറപ്പെട്ടു പോണം. വിട്ടേച്ച് പുറപ്പെട്ടു പോണം. ഈ പുറപ്പാടിനേക്കാൾ നമുക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യം ഇതെല്ലാം വിട്ടുകളയുന്നതാ. ഞാനൊരു കാര്യം വ്യക്തമാക്കി പറയാം. ലോകത്തുള്ള സകല അറ്റാച്ച്മെന്റും കട്ട് ഓഫ് ചെയ്യാതെ, അതിനോടൊരു പ്രോപ്പറായി ഗുഡ് ബൈ പറയാതെ, ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ആ വ്യത്യാസം ഉണ്ടാകാതെ സിയോൻ യാത്ര നടക്കുകയല്ല. കാരണം എന്നറിയാമോ? നമ്മൾ പാടും, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഏത് പാതയില? കുരിശിന്റെ പാതയിൽ. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. നിങ്ങൾക്ക് അതിന്റെ അർത്ഥമല്ല മനസ്സിലായോ? ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ക്രൂശ് ചുമക്കുന്നവരാണോ? ക്രൂശും ചുമന്നുകൊണ്ടാണോ നിങ്ങൾ യാത്ര? ആണോ അല്ലയോ? സ്വശോധന ചെയ്യണം. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവെ പിൻചെൽകയാ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയാ. ക്രൂശ് എടുത്താണോ പോകുന്നേ? യെസ്. അങ്ങനെ നിങ്ങളൊരു കാര്യം അറിയണേ, നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ വാക്യം പറഞ്ഞതാരാണ്? അത് കേട്ട വ്യക്തി ആരാണ്? അവരതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവരെന്താണ് അർത്ഥമാക്കുന്നത്? ഇത് തിരിച്ചറിയാതെ ഒരിക്കലും വ്യാഖ്യാനിച്ചു പോകരുത്. ശ്രദ്ധിച്ചേ. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പലസ്തീൻ നാട്ടിലെ ഒരാൾ ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാകും അവൻ കൊല്ലപ്പെടാൻ പോകുകയാ, ഇത് അവന്റെ ലാസ്റ്റ് ട്രിപ്പാണ്, ഇനി ഒരു മടങ്ങി വരവില്ല, ആ മനുഷ്യന്റെ അന്ത്യയാത്രയാണ് ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്നതെന്ന് കാണുന്നവർക്ക് വ്യക്തമാകും. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഒരാൾ ക്രൂശും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ക്രൂശും ചുമന്ന് പോകുന്ന കാഴ്ച കാണുമ്പോൾ കാണുന്നവർക്ക് മനസ്സിലാകും ദാറ്റ് ഇസ് ഹിസ് ലാസ്റ്റ് ട്രിപ്പ്, അതവന്റെ ലാസ്റ്റ് ട്രിപ്പാണ്, ഇനി ഒരു മടങ്ങി വരവില്ല, അതവന്റെ ഒരു അന്ത്യയാത്രയാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. പി ടി തോമസ് സാർ ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ക്രൂശ് ചുമക്കുന്ന പ്രിയപ്പെട്ടവരോട് എൻ്റെ ചോദ്യം, ക്രൂശ് എടുത്ത് തോളിൽ വെച്ച് കഴിഞ്ഞാൽ നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഇനി ഒരു തിരിച്ചു വരവില്ല, ഇനി തിരികെ ഒരു ചുവട് വെപ്പില്ല, പഴയതിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല, അതൊരു ലാസ്റ്റ് ട്രിപ്പാണ്. ക്യാൻ യു ഫോളോ മീ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? Praise the Lord. ഇതാണ് ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞ്. ഇനി അവനൊരു മടങ്ങി വരവില്ല, അത് അവന്റെ ലാസ്റ്റ് ട്രിപ്പാണ്. വ്യക്തമായും ഞാൻ പറഞ്ഞത്, ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇനി ഒരു മടങ്ങിപ്പോക്കില്ലാത്തവണ്ണം ഒരു യാത്ര, ലാസ്റ്റ് ട്രിപ്പ്, അതാണ് അതിൻ്റെ അർത്ഥം. അവിടേക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ അവിടെ എല്ലാം നിർത്തുന്നു. വേഗം ഞാൻ അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചേ. അബ്രഹാമിനോട് ദൈവം പറയാണ്, നീ നിന്റെ ചാർച്ചക്കാരെ ദേശത്തെ എല്ലാം വിട്ട് പുറപ്പെട്ട്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു,
ജീവിതത്തിൽ ഇന്ന് വരെ വിട്ടുകളയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നും വിട്ടുകളയാൻ പറ്റാത്ത ഏതെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ല വിട്ടുകളയാൻ മനസ്സില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിലർ കണ്ടില്ല, എത്ര പറഞ്ഞാലും മനസ്സിൽ കളയത്തില്ല, കൊണ്ട് നടക്കും. വിട്ടുകളയലത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ആ ചവറൊക്കെ കളയുന്നേ ഇല്ല, കളയല, വിട്ടുകളയല. ചോദിക്കാൻ പറയും, എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല. നമ്മൾ സാധാരണ പറയാറില്ല, എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല, പിന്നെ ഞാൻ മിണ്ടത്തില്ലെന്നേ ഉള്ളൂ. അല്ല, ഈ മിണ്ടാതിരിക്കുന്നല്ലേ പിണക്കോ നീ പറയുന്നത്? അല്ല, എനിക്കറിയാൻ മേലാത്തോട് ചോദിക്കുക, തമ്മി മിണ്ടാതിരിക്കുന്നതല്ലേ പിണക്കോ നീ പറയുന്നത്? അല്ലേ? എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല, പിന്നെ ഞാൻ മിണ്ടത്തില്ലെന്ന് മാത്രം. അതിന്റെ സൂത്രമാണ് പിണക്കോ നീ പറയുന്നത്. എനിക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നാളുകൾ എത്ര കഴിഞ്ഞിട്ടും വിട്ടുകളയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, വർഷങ്ങൾ പലതായിട്ടും വിട്ടുകളയാൻ പറ്റാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, തിരുവഴുത്തിലെ വാക്ക് ഞാൻ റെഫറൻസ് പറഞ്ഞു, എന്റെ വചനത്തിന് അവരിൽ ഇടമില്ലായ്ക. ബാക്കി എല്ലാത്തിനും ഇടമുണ്ട്, വചനത്തിന് മാത്രമേ ഇടമില്ല. പിന്നെ എന്തെല്ലാം ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കുന്നതെന്ന് അറിയാമോ? വെറുതെ സ്പേസ് കളയാൻ യൂസ്ഫുൾ ആയിട്ടുള്ള പലതും കയറ്റി സ്റ്റോക്ക് ചെയ്യേണ്ടിടത്ത് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റോക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് ഗുഡ് തിങ്സ് ഒന്നും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ വചനത്തിന് അവരിൽ ഇടമില്ല. അങ്ങനെ വരരുത്. അബ്രഹാമിന്റെ ദൈവം പറയുകയാണ്, നീ നിന്റെ ദേശത്തെ വിടണം, ചാച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം. ഒരുപാട് കാര്യം പറയണം. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ക്യാരക്ടർ, തന്റെ ലൈഫ്, ഇതെല്ലാം ബിൽഡപ്പ് ചെയ്യാൻ ഈ പറയപ്പെട്ട സാഹചര്യങ്ങളൊക്കെ അതിന്റെ സപ്പോർട്ടീവ് എലമെന്റ്സ് ആണ്. ശരിയല്ലേ? ഒരാളുടെ ക്യാരക്ടർ ഫോർമേഷനകത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അതിന്റെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ്സ് ആണ്. പക്ഷെ തമ്പുരാൻ പറയുക, ആ എലമെന്റ്സ് ഒന്നും വെച്ചുകൊണ്ട് നീ വരണ്ട, അതെല്ലാം വിട്ട് പിന്നെ നീ സ്റ്റാർട്ട് ചെയ്യണം. അതോടുകൂടെ മറ്റൊരു കാര്യം നടക്കും, ശ്രദ്ധിക്കണേ. പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. വിട്ട് പുറപ്പെട്ടു, അത്രയും കഴിഞ്ഞാൽ അടുത്ത വാക്ക് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന എന്ന് പറഞ്ഞാൽ, വിട്ട് എന്നേക്കുമായി പ്രോപ്പർ ഗുഡ് ബൈ പറഞ്ഞാൽ പിന്നെ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യല്ലേ. ആ ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് മറ്റൊന്നല്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ, ഇവിടെ വിട്ട് പുറപ്പെടുമ്പോൾ ലോർഡ്ഷിപ്പ് കൈമാറ്റം ചെയ്യുക, കർത്തൃത്വം കൈമാറ്റം ചെയ്യുക. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യാമോ? ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായോ ഇല്ലയോ? വിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ കർത്തൃത്വം, കൺട്രോൾ, നിയന്ത്രണം മുഴുവൻ ദൈവത്തിന് കൈമാറ്റം ചെയ്യുന്നു. ഇതുവരെയുള്ള കൺട്രോൾ പിതൃഭവനത്തിന്റെയും ചാർച്ചക്കാരുടെയും ദേശത്തിന്റെ ഒക്കെ സ്വാധീനമായിരുന്നെങ്കിൽ, ആ സ്വാധീനത്തിനൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കർത്തൃത്വം, ലോർഡ്ഷിപ്പ് മുഴുവൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു ദൈവത്തിന്റെ പക്കൽ. ഇനി അവനുമുള്ള മുഴുവൻ കൺട്രോളും ആരാണ്? ദൈവമാണ്. കണ്ടോ? വിട്ടു പുറപ്പെട്ടു, അടുത്ത വാക്ക് ഞാൻ. ശ്രദ്ധിക്കണം, ഞാൻ നിന്നെ കാണിക്കുന്ന ദേശം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ കാണിക്കും. എന്താ? ദേശം. അവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാചകം ശ്രദ്ധിക്കണം, ഞാൻ.
എന്ന് പറഞ്ഞാൽ നീ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പോലും അബ്രഹാമിന് സ്വയം തീരുമാനം ഇല്ലെന്ന്. നടക്കുമോ വിശ്വാസ ജീവിത യാത്ര? കണ്ടോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, സ്വന്തം പേര് ചെറുതാക്കണോ വലുതാക്കണോ എന്ന് പോലും അതും ദൈവമാണ് തീരുമാനിക്കുന്നത്. കണ്ടോ, ഞാൻ നിന്നെ കാണിച്ചു തരും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിന്റെ പേര് വരുന്നത് എന്ന് വേണ്ട. ഇവിടെ ഇപ്പൊ സകലതും ഞാൻ 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 എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഗുഡ് ബൈ പറഞ്ഞ പഴയനോട് എന്നേക്കുമായി ടാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം, ലോർഡ്ഷിപ്പ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് കർത്തൃത്വം. സമയം കിട്ടുമെന്നൊക്കെ പിന്നീട് എപ്പോഴും ചിന്തിക്കാം. എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോലും സ്വയം തീരുമാനമെടുക്കാതെ ആ തീരുമാനം പോലും ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതിന്റെ പേരാണ് കർത്തൃത്വം. എന്നിൽ കർത്തൃത്വം നടത്താനുള്ള സർവാധികാരം ഞാൻ ആർക്ക് കൈമാറ്റം ചെയ്യുന്നു? ദൈവത്തിന് കൈമാറ്റം ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. കണ്ടോ, സ്തോത്രം. മൂന്നും നാലും വാക്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ വിശദീകരിക്കാം. പിന്നെ സകലത്തിന്റെ മേലും, ചെറുതും വലുതുമായ സകലത്തിന്റെ മേലും മുഴുവൻ നിയന്ത്രണവും അബ്രഹാം ആർക്ക് കൈമാറ്റം ചെയ്തു? ദൈവത്തിന് കൈമാറ്റം ചെയ്തു. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പം എങ്ങോട്ട് കാണിക്കാന്ന് പറഞ്ഞു അബ്രഹാം ഇറങ്ങുകയും ചെയ്തു. സ്ഥലം എന്നറിയാവോ? ഇല്ല. അബ്രഹാം യാത്ര പുറപ്പെട്ടു. ഞാന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. ഈ അബ്രഹാം ഇറങ്ങിച്ചിരിക്കുന്നത് തലേ രാത്രി അവിടെ സെന്റ് ഓഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നിരിക്കട്ടെ. അങ്ങനൊന്നും പുസ്തകത്തിലില്ല. ഏതായാലും അബ്രഹാം പുറപ്പെട്ടു പോവല്ലേ, അപ്പൊ ഒരു സെന്റ് ഓഫ് മീറ്റിംഗ്. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ വന്ന് വിദേശത്തേക്ക് പോകുമ്പം ഒരു യോഗമൊക്കെ വെക്കാറുണ്ടല്ലേ. നാളെ വാഴ്ചയിലെ സഹോദരി റാസൽ കൈമയ്ക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഭവനത്തിൽ ഒരു പ്രാർത്ഥന അല്ലേ സാറിന് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇതുവരെ വെച്ചില്ലെങ്കിൽ വെക്കണം. ഒരു പ്രാർത്ഥനയൊക്കെ വെക്കും അല്ലേ. ദൈവമക്കളെല്ലാം വിളിച്ച് മനുമാരിയിൽ ഒരു പ്രാർത്ഥനയൊക്കെ വെക്കും. ആ പ്രാർത്ഥന ഡീറ്റെയിൽ ഞാൻ പിന്നാലെ പറഞ്ഞാൽ ഇപ്പൊ അബ്രഹാമിന്റെ പള്ളി യോഗം നടത്തട്ടെ. അബ്രഹാമിന്റെ വീട്ടിൽ സെന്റ് ഓഫ് മീറ്റിംഗ് നടക്കുക. അബ്രഹാം സകലവും വിട്ട് പുറപ്പെട്ടു പോവുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുക്കുമല്ലോ. കൊടുക്കണം, അല്ലാതെ പറ്റുകയല്ലോ. അപ്പൊ എല്ലാവർക്കും ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് ചെറിയ രീതിയിൽ പറ്റിയല്ലോ, മാന്യമര്യത്തിന് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം നാളെ പോകുന്നല്ലേ? അതെ. അപ്പൊ ഈ വന്നവർ അബ്രഹാമിന് ചോദിക്കുക, അല്ലേ എങ്ങോട്ടാ പോകുന്നേ? അതറിയത്തില്ലേ? ഇല്ല. അല്ല പിന്നെ പോവാന്ന് പറഞ്ഞു. അതെ പോവും. അല്ല ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? അതറിയത്തില്ല. ശരി. അല്ല നിങ്ങൾ ഈ പോകുന്ന സ്ഥലത്ത് ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യമൊക്കെ ഉണ്ടോ? ഒന്നും അറിയത്തില്ല. ഈ പിള്ളേർക്ക് സ്കൂളിൽ പോകാനും വരാനും അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ടല്ലോ, അതും അറിയത്തില്ല. അല്ല അവിടെ ചെന്ന വല്ല വരുമാന മാർഗം ഉണ്ടോ? അതും അറിയത്തില്ല. അല്ല പിന്നെ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അതും അറിയത്തില്ല. അതും അറിയാതാണ് അപ്പൊ നിങ്ങൾ സെന്റ് ഓഫ് മീറ്റിംഗ് വെച്ചത്. അതെ. അപ്പൊ നാളെ പോകുന്നില്ലേ? ഉണ്ട്. അല്ല എങ്ങോട്ടാ പോകുന്നേ? അറിയത്തില്ല. അബ്രഹാമിന് യാത്ര അയക്കാൻ വന്ന മുഴുവൻ ആൾക്കാരും പറഞ്ഞു അബ്രഹാമിന്റെ ഭ്രാന്ത. സെന്റ് ഓഫ് മീറ്റിംഗ് വെച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ കൊടുത്തു. പക്ഷെ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് അറിയത്തില്ല. പോയാൽ എവിടെ താമസിക്കുമെന്ന് ചോദിച്ചാൽ അത് പുള്ളിക്ക് അറിയത്തില്ല. അവിടെ പിള്ളേരെ പഠിപ്പിക്കാമെന്ന് ചുറ്റുപാടുണ്ടോ? അതും അറിയത്തില്ല. ചെന്നത് കറണ്ട് ഉണ്ടോ, വെള്ളമുണ്ടോ, കിടക്കാനുള്ള സൗകര്യം ഉണ്ടോ, നല്ല വീടോ കൂടവില്ലാണോ അത് ചോദിച്ചാൽ അതും അറിയത്തില്ല. പുള്ളി രാവിലെ തലേദിവസം യോഗം ചെയ്ത് രാവിലെ പുള്ളി പോകാൻ തീരുമാനിച്ചിരിക്കുക. ഇതൊന്നും അറിയാതാണ് അബ്രഹാം പോകുന്നത്. അബ്രഹാം അങ്ങനെയാണോ പോണേ? 12:7 വാക്യം വായിച്ചു. ഉൽപ്പത്തി 12:7 വായിച്ച് നിർത്തിയല്ലോ. നിങ്ങൾ അവ കൊന്നുകൊണ്ട് വായിച്ചു. ഞാനിപ്പോ നിർത്താവേ, 2 മിനിറ്റ്.
12:7. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ മതി. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ഇനി എന്നെ ശ്രദ്ധിക്കണം. സെന്റ് ഓഫ് മീറ്റിങ്ങിന് വന്നവരൊക്കെ ചോദിച്ചു, എങ്ങോട്ടാ പോണെന്ന് അറിയാമോ? ഇല്ല. അതറിയത്തില്ല. ഇല്ല. അവിടെ ചെന്നാൽ കഞ്ഞി കുടിക്കാൻ വല്ല മാർഗമുണ്ടോ? അതും അറിയത്തില്ല. പിള്ളേരുടെ പഠനകാര്യം വെച്ച് ക്രമീകരിക്കുമല്ല വഴിയുണ്ടോ? അതും അറിയത്തില്ല. എവിടെ പിന്നെ പോയി സ്റ്റേ ചെയ്യുന്നത്? അതും അറിയത്തില്ല. എത്ര നാൾ വേണം? അതും അറിയത്തില്ല. അബ്രഹാം പോകുന്ന സ്ഥലം കണ്ടില്ല, അവിടെയുള്ള ചുറ്റുപാട് കണ്ടില്ല, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ വേണ്ടി സ്കൂളോ കാര്യങ്ങളോ കോളേജ് ഒന്നും പുള്ളി കണ്ടില്ല. ഇതൊന്നും കണ്ടില്ല. പുള്ളി പോകാനായിട്ട് റെഡി ആയിരിക്കുക. അതിന്റെ കാര്യം എന്നറിയാമോ? 7-ാമത്തെ വാക്യമാ. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി. ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞവനെ അബ്രഹാം കണ്ടു. വിശ്വാസത്തിന്റെ യാത്രയുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പോകുന്ന സ്ഥലം കണ്ടില്ല. ഇപ്പൊ ചെല്ല് പറഞ്ഞ എബ്രായർ 15:8 പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ഈ സംഭവം എന്ന് പറഞ്ഞ എത്ര നാളിന് ശേഷം ആ റിപ്പോർട്ട് പൗലോസ് എഴുതുന്നതാ. സ്ഥലം കണ്ടിട്ടാ പോലും നിങ്ങൾ പറയരുത്. ശ്രദ്ധിച്ചേ. പോകുന്ന സ്ഥലം അബ്രഹാം കണ്ടിട്ടില്ല. താമസിക്കുന്ന എവിടാന്ന് അറിഞ്ഞുകൂടാ. കഞ്ഞി കുടിക്കാൻ മാർഗം വല്ലതും ഉണ്ടെന്ന് അറിയത്തില്ല. പിള്ളേർക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടാകുമ്പോ ഇതൊന്നും അബ്രഹാമിന് അറിയത്തില്ല. പിന്നെ പോകാൻ തയ്യാറായെന്ന് അറിയാമോ? ഇതൊന്നും അബ്രഹാം കണ്ടില്ലെങ്കിലും കാണേണ്ടവനെ കണ്ടു. കാണേണ്ടവന്റെ പ്രത്യക്ഷത അബ്രഹാമിനുണ്ടായി. ഇതെല്ലാം ചെയ്തു തന്നെ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഒരുത്തനെ കണ്ടു. അപ്പോഴേ അബ്രഹാം ചാടി ഇറങ്ങി. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഈ പറയപ്പെട്ട സംഗതി ഒന്നും അബ്രഹാം കണ്ടില്ലെങ്കിലും 12:7 യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ചോദിക്കുന്ന 100 കൂട്ടം ചോദ്യങ്ങൾക്ക് മറുപടി ഞാൻ തരുന്നില്ല. കാരണം ഇതെല്ലാം തരാമെന്ന് പറഞ്ഞ ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ കണ്ടോണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അല്ലാതെ സെന്റ് ഓഫ് മീറ്റിങ്ങിന് വന്ന് നിങ്ങളെ കണ്ടോണ്ടല്ല. എനിക്ക് പ്രത്യക്ഷനായി എന്നോട് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്ന ഒരുവനെ ഞാൻ കണ്ടതിനാൽ എവിടേക്ക് പോകുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. എവിടെ താമസിക്കുന്നുള്ളത് എനിക്ക് വിഷയമല്ല. വരുമാനമാർഗം സംബന്ധിച്ച് എനിക്ക് വിഷയമല്ല. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് എനിക്ക് വിഷയമല്ല. കാരണം ഞാൻ ഒരുത്തനെ കണ്ടു. അതാരാണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രത്യക്ഷത അബ്രഹാമിനുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഞാൻ കണ്ടില്ലെങ്കിലും കാണേണ്ടവനെ ഞാൻ കണ്ടു. എനിക്ക് അത് മതി. തരാമെന്ന് പറഞ്ഞവൻ, നടത്താമെന്ന് പറഞ്ഞവൻ, ചെയ്യാമെന്ന് പറഞ്ഞവൻ, അവനെ കണ്ടു. എനിക്ക് അത് മതി. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കൊള്ളും. അതാണ് അബ്രഹാമിന്റെ ഉറപ്പ്. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സോഴ്സ് ഒന്നും നിങ്ങൾ കാണുന്നില്ലെങ്കിലും, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടിന്റെ നടുവിൽ പുതിയ വഴികൾ കാണുന്നില്ലെങ്കിലും, പുതിയ സ്രോതസ് കാണുന്നില്ലെങ്കിലും, എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ലെങ്കിലും, ഒരു കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ, കാണേണ്ടവനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അവന്റെ പ്രത്യക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ, അവനാണ് വഴി നടത്തുന്നത്, അവനാണ് കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുന്നത്, അവനാണ് സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്നത്. ഞാൻ എന്റെ ക്ലാസ്സിന് സമയം കഴിഞ്ഞില്ലേ, അവിടെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു. ലോകം ചോദിക്കുന്ന 100 ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, വേണ്ട. കാണേണ്ടവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, അബ്രഹാമിന് ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായതോടുകൂടെ സ്ഥലം അബ്രഹാമിന്റെ വിഷയമല്ല, ഇവിടെ താമസിക്കുന്നുള്ളത് വിഷയമല്ല, എന്താകും എന്നുള്ളത് അബ്രഹാമിന്റെ വിഷയമല്ല. കാരണം എന്നറിയാമോ? കാണേണ്ടവനെ കണ്ടാണ് ഇറങ്ങിയത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കാണേണ്ടവനെ കണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു പുതിയ ചുവടുവെപ്പ് നടത്തുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ യാത്ര സഫലമാകും. അതിന് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നു. വരും ദിവസം വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെ കൃപയിൽ ദൈവം നമ്മെ പൊതിയട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.